ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ നേരെ പോയത് മേക്കോണിലുള്ള വാപ്പുമ്മയുടെ വീട്ടിലേക്കാണ്. ഒരുപാട് നാളിന് ശേഷമാണ് നമ്മളിപ്പോൾ വാപ്പുമ്മയെ കാണാനായിട്ട് വരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വാപ്പുമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ ഒരുപാട് വാഴത്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ വാപ്പുമ്മയെ കാണാനായിട്ട് വരുന്നു. എല്ലാവരും കൂടെ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. വാപ്പുമ്മയും കൊച്ചുമക്കളും പരസ്പര സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ ഒരുപാട് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കൊച്ചാപ്പയുടെ വീട്ടിൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. കാരണം കൊച്ചാപ്പയുടെ വീട്ടിൻ്റെ പുറത്ത് ഒരുപാട് മരങ്ങളും ചെടികളും കോഴികളും അങ്ങനെ ഒരുപാടുണ്ട്. അവിടെ അങ്ങനെ ഒരു ഇലിമ്പിപ്പുളി മരം ഉണ്ടായിരുന്നു. പിള്ളേർ അതിൽ നിന്ന് കുറച്ച് ഇലിമ്പിപ്പുളിയെല്ലാം പൊട്ടിച്ചു. പിന്നെ നമ്മളെ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ വേണ്ടി കൂട്ടിൽ കിടന്ന കോഴികളെല്ലാം കൊച്ചാപ്പ തുറന്നു വിട്ട് കൊടുത്തു. കാരണം വല്ലപ്പോഴും നമ്മളിവിടെ കോഴികളെയൊന്നും വളർത്തുന്നില്ല. അപ്പോൾ അത് കാണുമ്പോൾ അയിനുക്കുട്ടന് അതൊരു കൗതുകമായിട്ട് തോന്നും. അങ്ങനെ അത് കാരണം കുറച്ച് നേരം കോഴികളെയൊക്കെ കണ്ട് നിന്നു. പിന്നീട് വീണ്ടും അയിനുക്കുട്ടൻ ഇലിമ്പിപ്പുളി പറിച്ചു. അത് കഴിക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ വീണ്ടും ഇട്ട് കാണിക്കുക. ഇലിമ്പിപ്പുളി കടിച്ചിട്ട് അവൾക്ക് വലിയ പുളിപ്പൊന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ ക്യാമറയായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് എക്സ്പ്രഷൻസൊക്കെ വാരി വിതറുന്നുണ്ട്. അങ്ങനെ കുറേ നേരം നമ്മളവിടെ എല്ലാവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പണ്ട് ഞാൻ ഒരുപാട് ഇതുവഴി നടന്നു പോയിട്ടുള്ളതാണ്. ഞാൻ പഠിച്ച സ്കൂള് ശിവറാം NSS, ആ സ്കൂളിൻ്റെ അടുത്തൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. പണ്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ ഇതുവഴി എന്നും നടന്നായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പല പല ഓർമ്മകളും ഉണ്ടായിട്ടുള്ള ഒരു വഴിയാണ്. പിന്നെ നമ്മുടെ കൊല്ലം ബീച്ച് റോഡിൻ്റെ അടുത്തുള്ള AGC നഴ്സിംഗ് ഹോമിലേക്കാണ് വന്നത്. എൻ്റെ കസിൻ അവിടെ അഡ്മിറ്റായിരുന്നു ഡെലിവറിക്കായിട്ട്. അങ്ങനെ അവളെ കാണാനായിട്ട് കുറച്ച് നേരം ഹോസ്പിറ്റലിൽ വന്നു. കുറച്ച് നേരം അവിടെയും സ്പെൻഡ് ചെയ്തു. മക്കളും എല്ലാവരും കൂടെ അവിടെ നിന്ന് കളിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ കൊല്ലം ബീച്ചിലേക്കാണ് വന്നത്. കൊല്ലം ബീച്ചിൽ ഡയറക്റ്റ് പാർക്കിലോട്ടാണ് കയറിയത്. കാരണം നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു. അത് കാരണം നമ്മൾ പാർക്കിലോട്ട് കയറി. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നു. പിന്നെ അയിനൂസും ആദ്യക്കുട്ടനും കുറച്ച് റൈഡിലെല്ലാം കയറിയായിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അതെ ഉമ്മായും എല്ലാവരും കൂടെ ട്രെയിനിനകത്തൊക്കെ കയറി. അവരെല്ലാവരും കൂടെ അതെ അയിനുക്കുട്ടന് ഒറ്റയ്ക്ക് കയറാൻ പേടിയാണെന്ന് പറഞ്ഞപ്പോൾ കമ്പനിക്കായിട്ട് ഉമ്മായും ഐഷുവും എല്ലാവരും കൂടെ കയറി. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ എല്ലാം കറങ്ങി നടന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിലും പാർക്കിലും ഒക്കെ വളരെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. കാരണം ഒരുപാട് തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ നല്ല രീതിയിൽ റൈഡിലെല്ലാം കയറുകയും കുട്ടികൾക്ക് പറ്റിയ റൈഡിൽ അവരെ കയറ്റുകയൊക്കെ ചെയ്തു. തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സമാധാനമായിട്ട് എല്ലാ റൈഡിലും കയറി കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അയിനൂസൂട്ടൻ ഊഞ്ഞാലിലെല്ലാം കയറി ഊഞ്ഞാലൊക്കെ ആടി. അതിലായും തൊട്ടപ്പുറത്ത് സീസോയിൽ കളിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് 1-2 പ്രാവശ്യം ആൾ മറിഞ്ഞൊക്കെ വീണിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ എല്ലാം കറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ കയറി പിള്ളേർക്ക് കോളിഫ്ലവർ ഫ്രൈയും പോപ്കോണും ഒക്കെ വാങ്ങി എല്ലാവരും കൂടെ അവിടെ നിന്ന് തന്നെ കഴിച്ചു. കാരണം പുറത്ത് നല്ല പരുന്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിലും അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ ഒരുപാട് നേരം അവിടെ ഇരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്തുള്ള കടയിൽ പോയി മുളക് ബജ്ജിയും കാ ബജ്ജിയും ഒക്കെ വാങ്ങി. ആ കുട്ടികളോട് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഇരുന്നു. പിന്നെ അതും അതിനും കൂടെ ഒരുപാട് നേരം അവിടെയൊക്കെ ഓടിക്കളിച്ചു. എല്ലാവരും കൂടെ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വണ്ടിയിൽ കയറി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ പള്ളിമുക്കിലുള്ള ഒബാമ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു.
വാപ്പായും ഉമ്മായും ഇക്കായും പൊറോട്ടയും ബീഫ് റോസ്റ്റും ആയിരുന്നു പറഞ്ഞത്. ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം അൽഫാമായിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഫലൂദ, പിന്നെ നമ്മളൊരു ഫലൂദയ്ക്ക് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വരുന്നവരെ വെയിറ്റ് ചെയ്തു. പിന്നെ ഫുഡെല്ലാം കഴിച്ചു. അവിടെ നിന്ന് മടങ്ങിയപ്പോൾ അത്രയും